പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നവ്യാണെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഗ്ലാമർ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷേ കല്യാണത്തിന് മുന്നേ ഉള്ള സൗന്ദര്യമാണ് അവന് കൂടുതൽ ഇഷ്ടം. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് തടിയൊക്കെ കൂടും, അപ്പോൾ ഗ്ലാമർ ഇത്രയും കാണില്ല. പക്ഷേ ഇങ്ങനെ അവൻ എൻ്റെ പിന്നാലെ ചുറ്റി തിരിയേണ്ടതാണ്, പക്ഷേ ഒരു ദിവസം പോലും അവൻ അങ്ങനെ എൻ്റെ പിന്നാലെ ചുറ്റി തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് സമയം നോക്കുന്ന സമയത്ത് 11 മണി ആയിട്ടുണ്ടാവും. ഇത്രയും സമയമായിട്ട് വന്നിട്ടില്ല. 10 മണിക്ക് എല്ലാവരും വീട്ടിനുള്ളിൽ കയറണമെന്നാണ് നിയമം, പക്ഷേ ഇത്രയും സമയമായിട്ട് വന്നിട്ടില്ല. ഇന്ന് അവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കുമ്പോൾ അബി കട്ടാക്കുന്നുണ്ട്. നീ എൻ്റെ കോള് കട്ടാക്കുമല്ലേടാ, നീ എടുക്കുന്നവരെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അബി ആണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ന് അവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാവുള്ളൂ. എന്തായാലും ഈ വീടിനൊരു നാഥനുണ്ടല്ലോ, വേണമെങ്കിൽ ഈ വീടിൻ്റെ ജഡ്ജിയാണെന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ന് ജഡ്ജിനെ ഉണർത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നവ്യാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ട് മുത്തശ്ശി എല്ലാവരും ഒന്നങ്ങ് വന്നേ, ആദർശേട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് വായോ, പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിനും ആദർശ് പറയുന്നുണ്ടായിരുന്നു, നവ്യയുടെ സൗണ്ടല്ലേ കേൾക്കുന്നത്, വാ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നൈനേനെയും വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിനൊക്കെ നവ്യയുടെ അടുത്ത് എല്ലാവരും എത്തുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നവ്യാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഈ സമയമായിട്ടും എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, ഈ സമയത്ത് ഞങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനെ ഭർത്താക്കന്മാരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതല്ലേ, അപ്പോൾ ഞങ്ങളെ നിരാശപ്പെടുത്താൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ചെറിയൊരു വയറുവേദന വന്നപ്പോഴാണ് ഞാൻ അബീനെ വിളിച്ചതെന്ന്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് നവ്യനെ സോഫയിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ വിളിക്കണമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴാണ് നവ്യയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അബദ്ധം പറ്റിയത് മനസ്സിലാവുന്നത്. അപ്പോൾ നൈനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ എല്ലാം കൊളാക്കുമെന്ന്. അപ്പോൾ വേണ്ട, ഇപ്പം എല്ലാം വയറുവേദന എല്ലാം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ജലജയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ എവിടെയെന്ന്. അപ്പോൾ ജലജയ്ക്കും അറിയില്ല. അത് കേൾക്കുമ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, അത് മുൻപ് അവനുള്ള ശീലം തന്നെയാണല്ലോ, ഇതിന് മുന്നേ അവൻ ലേറ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, 10 മണിയുടെ മുന്നിൽ വീട്ടിനുള്ളിൽ കയറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീയോ ഈ വീടിൻ്റെ പുറത്താണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അവനെ ഇവിടുന്ന് പുറത്താക്കിയേനെന്നുള്ളതിൽ മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോഴാണ് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ അബി കയറി വരുന്നത്. അബി കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ഓവറായോന്ന്. ഇല്ല, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയതിന് ഇത് കിട്ടണം എന്നിങ്ങനെ പിന്നെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അബി വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ഇങ്ങനെ അബിനോട് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്രയും സമയം നീ എവിടെയായിരുന്നു, ഇവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്ന കാര്യം നിനക്ക് വല്ല ബോധ്യമുണ്ടോ, ഈ സമയത്ത് അവളുടെ കൂടെ ഇരിക്കേണ്ടേ, അല്ലാതെ സ്വന്തം ഇങ്ങനെ സുഖം നോക്കിയിട്ട് ഇങ്ങനെ നടക്കല്ലല്ലോ, ഇങ്ങനെ അന്തസ്സുള്ള ആണുങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ജലജേനോടാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മകൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും മകൻ്റെ കൂടെ ഇവിടുന്ന് പുറത്താണെന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് ജലജ വന്നിട്ട് ഇങ്ങനെ നീ എന്നോടും കൂടെ പറയാതെ എവിടെ പോയതാന്ന് പറഞ്ഞിട്ട് കർണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ ആദർശിനെ കണ്ടു പഠിക്ക്, അവർക്കിടയിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിലും അവരുടെ സ്നേഹക്കൂടുതൽ കാരണം ഇപ്പോൾ എവിടേക്കും തിരിയാൻ പറ്റില്ല എന്നാണ് ജാനകി പറയുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നൈനിയാണെങ്കിലും ഇങ്ങനെ ആദർശിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് ഇഷ്ടമാവുന്നില്ല. പിന്നീട് മുത്തശ്ശനാണെങ്കിലും അബീനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീയായിട്ട് സ്നേഹിച്ച് മനോഹര വാക്കുകളൊക്കെ പറഞ്ഞ് വശത്താക്കി വിളിച്ചുകൊണ്ട് വന്നവളാണ്, നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ്, അപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നീ തന്നെയാണ്, നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അബി മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും പോയി കിടക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടി പോവാണ്. പിന്നീട് എല്ലാവരും അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ദേവയാനി വന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്നാടാ ഇത്രയ്ക്ക് ചീപ്പായതെന്ന്. അപ്പോൾ ഇടയ്ക്ക് ജാനകി എന്നോട് പലതും പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും ആദർശ് ആ സമയത്ത് പറയുന്നുണ്ട്, അതൊന്നും സത്യമല്ലാന്ന്. എന്ത് സത്യമല്ലാന്ന്, സ്റ്റോർ റൂമിലേക്കും അടുക്കളയിലേക്കും ഒന്നും ഇപ്പോൾ വരാൻ വയ്യാന്നിങ്ങനെ പറയുകയാണ് ജാനകിയാണെങ്കിലും. അപ്പോൾ നൈനമോളുടെ ചിരി തന്നെ ഉണ്ടല്ലോ, ഈ ഒരു കാര്യത്തിൽ ആദർശ് കള്ളം പറയുകയാണ് ഏട്ടത്തിന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് നൈനയാണെങ്കിൽ അവിടെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നൈന ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ആദർശേട്ടനോട് എപ്പോഴും പറയും സ്വയം നിയന്ത്രിക്കണം എന്ന്, പക്ഷേ ആദർശേട്ടൻ അത് കേൾക്കാറില്ല എന്ന് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. പിന്നീട് അവരവിടെ നിന്ന് പോവാണ്. പിന്നീട് രാവിലെ കുറേ വൈകിട്ടാണ് കേട്ടോ നൈന എണീച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണ് നൈനയ്ക്ക് ആരോ വന്ന് വാതിൽ തട്ടുന്ന കേൾക്കുമ്പോൾ നൈന വിചാരിക്കുന്നുണ്ട്, ഇതിൽ കിടന്നപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് ഇങ്ങനെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ഇങ്ങനെ ബെഡ് മടക്കുകയാണ്. അപ്പോൾ ആദർശ് എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ കാണിക്കുന്നതെന്ന്.
ഞാനിത് ഒളിപ്പിക്കാൻ നോക്കുകയാണ്, അതെന്തിനാ ഒളിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ആരെങ്കിലും വന്ന് കയറിയാൽ അത് കാണില്ല, അവർ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ആദർശ് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ രണ്ടിടത്താണ് കിടക്കുന്നതെന്ന്. അത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതിൽ കിടന്നുകൊണ്ട് ഉറങ്ങിയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഉറങ്ങിയത് മാത്രമല്ല നീ ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നു, ഞാൻ ഇടയ്ക്ക് എണീറ്റപ്പോൾ എന്ന് പറയുന്ന സമയത്ത് വെറുതെ പറയരുത് കേട്ടോ ആദർശേട്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണർന്നിരുന്നിട്ട് ആരാണ് കൂർക്കം വലിക്കുന്നതെന്ന് മുൻപത്തെ പോലെ കണ്ടുപിടിക്കുന്ന അറിയാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ വാതിലിന് തട്ടുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആദർശാണെങ്കിൽ അത് താന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ നൈനി ആദർശം കൂടെ അങ്ങനെ ചെറിയ ചിരിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ജാനകി വാതിൽ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കട്ടിലിൻ്റെ അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് മോൾക്ക് വല്ല പനിയാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. ഇതിപ്പോൾ അങ്ങനെ പ്രേമിക്കാനിപ്പോൾ സമയവും കാലമൊന്നും ഇല്ലാതായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശാണെങ്കിൽ ഇങ്ങനെ അതേ ഇളയമ്മേന്ന് ഇങ്ങനെ പറയണം, ഇനിയിപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ പരിസരബോധമില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ അത് ന്യായീകരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. എന്തായാലും മോള് പെട്ടെന്ന് താഴേക്ക് വരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ദേവയാനി വാതിലടിച്ച് അങ്ങ് ദേവയാനിയല്ല ജാനകി വാതിലടിച്ച് അവിടെ അങ്ങ് പോവാണ്. അപ്പോൾ ആ സമയത്ത് നൈനിയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇളയമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്ന് ഇളയമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ ഒരു ബെഡ് വാങ്ങിച്ചു തന്നപ്പോൾ എനിക്ക് തന്നെ പണിയായി, സുഖമായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബെഡ് വാങ്ങിച്ചു തന്നതെന്നൊക്കെ പറയണം. അപ്പോൾ നൈനിയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നീ എന്തിനാ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും നൈനിനെ നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് കനകയുടെ വീട്ടിലേക്കാണെങ്കിൽ പോലീസ് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രനെ കാണാനില്ലാത്തതുകൊണ്ട് തിരഞ്ഞു വന്നതാണ്. അപ്പോൾ പോലീസിനെ കാണുമ്പോൾ ചെറിയൊരു പതർച്ചയൊക്കെ കനകയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുഖത്ത് ധൈര്യമൊക്കെ വരുത്തണം, ഇങ്ങനെ പതറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുഖത്ത് നല്ല ധൈര്യമൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പലിശയ്ക്ക് പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഇവിടെ പണം ചോദിക്കാൻ വന്നിട്ട് പിന്നീട് ആരും ഇങ്ങനെ ഇങ്ങോട്ട് വന്ന ശേഷം അയാളെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അയാൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ അറിയാത്ത പോലെ അങ്ങനെ കനക ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി അയാളെ കൊന്നു കുഴിച്ചു മൂടിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് പണം കൊടുക്കാനുള്ളതിന് അങ്ങനെയൊക്കെ ചെയ്യുമോ സാറേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾ ഇവിടെ വന്നിരുന്നു ഒരു തവണ, പക്ഷേ ഞങ്ങൾ നല്ല മാന്യമായിട്ടാണ് സംസാരിച്ച് പിരിഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് പറ്റിയെന്നുള്ളതിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നീട് അയാളാണെങ്കിൽ അകത്തേക്കൊക്കെ കയറുന്നുണ്ട്. അകത്തേക്ക് കയറിയിട്ട് കനക അങ്ങനെ കയറുന്ന സമയത്താണെങ്കിലും കനകയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പിന്നീട് കനകേനോടാണെങ്കിലും അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങളെ വിളിച്ചിട്ട് അയാൾ നിങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ മാന്യമായിട്ടാണ് അതെല്ലാം സംസാരിച്ച് തീർത്തതെന്ന് പറയാണ്. അപ്പോൾ എന്തായാലും അയാൾക്കാണെങ്കിലും ഭയങ്കര സംശയമായിട്ട് ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീടിനൊരു നാഥനില്ലേ, അയാൾ എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോവിന്ദേട്ടനാണെങ്കിൽ ഇങ്ങനെ പ്രതിമയുടെ ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ അതൊക്കെ തിരിച്ചു കൊടുക്കും വേണം, അങ്ങനെ പോയതാണ്, എത്താൻ വൈകുന്നു ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് കനകയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് നന്ദും ഗോവിന്ദേട്ടനും എങ്ങാനും വന്നാലെല്ലാം പണി പാളെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആധാരം പണയപ്പെടുത്തിയതും ഇങ്ങനെ പലിശയ്ക്ക് പണം വാങ്ങിയതും എല്ലാം അറിയുന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അബീനോടാണെങ്കിൽ ഇങ്ങനെ ജലജ വന്നിട്ടാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ പപ്പായും പൈനാപ്പിളും മാത്രമായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാനെല്ലാം ചെയ്തു നോക്കി, പക്ഷേ അവൾക്കൊന്നും ഏൽക്കുന്നില്ല. അപ്പോൾ അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ചേർത്ത് അമ്മ ജ്യൂസ് കൊടുത്തല്ലേന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഫ്രൂട്ട്സും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒന്നും ഫലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 ഫ്രൂട്ട്സ് മാത്രം നീ അവളെ കൊണ്ട് കഴിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇതും കൂടെ നമുക്ക് തിരിഞ്ഞു കുത്തുമെന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ കമ്പനിയിൽ തിരിമറി നടത്തിയോണ്ട് തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നിന്നതാണ്, ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും ഇവിടുന്ന് പുറത്ത് പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊന്നും ആൺകുട്ടികൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നീ അത് 2ഉം കൂടെ അങ്ങ് കൊടുത്താൽ മതി, അപ്പോൾ കുഞ്ഞിൻ്റെ തലവേദന നമുക്ക് ഒഴിവാക്കി കിട്ടിക്കോളും എന്ന് ജലജയാണെങ്കിലും അബീനോട് പറയുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന്. പിന്നീട് അതുപോലെ തന്നെ ഈ കുഞ്ഞ് പോയി കഴിഞ്ഞ ശേഷം അവൾ അമ്മയായമാനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് സാധിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജലജ പോവുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അബിയാണെങ്കിലും അതങ്ങ് ചെയ്യാനുള്ള തീരുമാനത്തിൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട്. പിന്നീട് കനകേനോടാണെങ്കിൽ വീണ്ടും ആ പോലീസുകാരൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ ഓരോരോ കള്ളങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്നാണെങ്കിൽ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ ചന്ദ്രനാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ സൗണ്ട് കേൾക്കുന്നതെന്ന്. അപ്പോൾ കനക പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അതെൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ ആണെന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രനാണെങ്കിൽ അവിടെ കിടന്ന് അങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വനിതാ പോലീസ് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് അകത്ത് കയറി നോക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് കനകയ്ക്ക് ഒരു സമാധാനം ആവുന്നുണ്ട് കേട്ടോ. അവർ പോയ ഉടനെ തന്നെ വാതിലടച്ചിട്ട് ചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരാളെ കെട്ടിയിട്ടു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് കുറേ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്നെ അടിച്ചു കൊല്ലുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നന്നായിട്ട് പലിശ വാങ്ങിക്കുന്നതിനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള പലിശയൊക്കെ വാങ്ങിക്കേണ്ട, ഇങ്ങനെ 10-15% പലിശ വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും നീ പലിശ വാങ്ങിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഇങ്ങനെ നിന്നെ അടിച്ചു കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയാലും നിനക്ക് ഞാൻ ഭക്ഷണം പോലും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അയാളാണെങ്കിൽ എന്തൊക്കെയോ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നൊന്നും തിരിയുന്നൊന്നുമില്ല. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ റൂമിൽ ഇങ്ങനെ എന്തോ മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അബി ഇങ്ങനെ പപ്പായും പൈനാപ്പിളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അബി ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഈ കാലത്തെ പെൺകുട്ടികൾ അധികം സമയം മൊബൈലിൽ ഇങ്ങനെ സമയം കളയുക, പക്ഷേ ഇവൾ ഏത് നേരവും ഇങ്ങനെ മേക്കപ്പിലാണ് കൂടുതൽ സമയം കളയുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് നവീൻ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവി ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചതെന്ന്. അപ്പോൾ നവീന് പേരൊന്നും മാറ്റാമെന്ന് വിചാരിച്ചു എന്നറിയണേ, എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ വിളിക്കുന്നത്. ആ സമയത്ത് അബിയാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ ആദ്യമായിട്ടല്ലേ ഒരാൾ കല്യാണം കഴിച്ചതെന്ന് ഇങ്ങനെ പറയാണ്. പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് സീരിയസ് ആവാമെന്ന് വിചാരിച്ചു, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് ഓർക്കാതെ ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ പപ്പായും പൈനാപ്പിളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും കേട്ടോ കൊണ്ടുവന്നത്. പിന്നീട് ഇങ്ങനെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മറ്റാര് എങ്ങനെ എന്നെ അവഗണിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും അവഗണിച്ചാൽ പോലും എനിക്ക് വിഷമമില്ല, നീ എന്നെ അവഗണിക്കുന്നത് എനിക്ക് എൻ്റെ പ്രാണൻ പോകുന്ന പോലെയാണെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ പ്രാണൻ പോവടി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ എന്നിങ്ങനെ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.